ഇവിടെ നിന്നാണ് സൈലന്റ് വാലി നാഷണൽ പാർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത്രയും നേരം നമ്മൾ നമ്മുടെ ഭവാനിപ്പുഴയുടെ തീരത്തുള്ള ഫോറസ്റ്റിൻ്റെ ഒരു റിവർ കോട്ടേജാണ് എൻ്റെ ഈ പിറകിൽ കാണുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ താമസിച്ചത് ഈ ഒരു റിവർ കോട്ടേജിലാണ്. നമ്മുടെ തൊട്ട് മുന്നിലാണ് ഭവാനിപ്പുഴ ഒഴുകുന്നത്. ഇവിടെ വെച്ചിട്ടാണ് പുഴ തിരിഞ്ഞ് വീണ്ടും തമിഴ്നാട്ടിലേക്ക് പ്രവേശിക്കുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞത് നമ്മൾ ഈ കോട്ടേജിന് മുന്നിലാണ്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ മുക്കാലിയിലാണ്. അതായത് നമ്മൾ സ്കൂൾ കാലഘട്ടം മുതലൊക്കെ കേട്ട് വളർന്നിട്ടുള്ള സൈലൻറ്റ് വാലി ദേശീയോദ്യാനത്തിലേക്കുള്ള സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് നമ്മുടെ മുക്കാലിയിൽ നിന്നാണ്. ഇപ്പോൾ ഇവിടെ മുക്കാലി ഫോറസ്റ്റിൻ്റെ IBയുടെ അകത്തുള്ള ഒരു റിവർ കോട്ടേജിലാണ് നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ താമസിച്ചത്. അപ്പോൾ നമ്മൾ സൈലൻറ്റ് വാലിയിലേക്ക് ഒരു യാത്രയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ നല്ല മഴ സമയമാണ്, നിങ്ങൾക്കറിയാം, മഴ അത്യാവശ്യം നന്നായി പെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മൺസൂൺ കാലഘട്ടത്തിൽ എല്ലാം കൊണ്ടും പോകാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ് നമ്മുടെ സൈലൻറ്റ് വാലി. അപ്പോൾ അങ്ങോട്ടേക്കുള്ള യാത്രയും അവിടുത്തെ വിശേഷങ്ങളുമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ. അപ്പോൾ നമുക്ക് സൈലൻറ്റ് വാലി വരെ പോയി വരാം. ഇത്തവണത്തെ യാത്ര ആരംഭിക്കുന്നത് പെരിന്തൽമണ്ണ KSRTC സ്റ്റാൻഡിൽ നിന്നും ആനവണ്ടി കയറിയാണ്. അട്ടപ്പാടിയിലേക്ക് നേരിട്ട് ബസ് വളരെ വിരളമാണ്. അതിനാൽ പാലക്കാട്ടേക്കുള്ള ബസ് കയറി മണ്ണാർക്കാട് എത്തുക എന്നുള്ളതാണ് ആദ്യപടി. 35 രൂപയാണ് ഒരാൾക്കുള്ള ചാർജ്. മണ്ണാർക്കാട് സ്റ്റാൻഡിൽ എത്തിയതിന് ശേഷം അട്ടപ്പാടി ബസ് പിടിക്കണം. ആനക്കട്ടി പോകുന്ന ബസ്സാണ് നമുക്ക് വേണ്ടത്. അപ്പോഴാണ് സ്റ്റാൻഡിൻ്റെ ഒരു മൂലയ്ക്ക് നമ്മുടെ അയൽവാസിയുടെ വണ്ടി കിടക്കുന്നത്. തമിഴ്നാട് ബസ്. എന്നാൽ പിന്നെ അതിലാകാം യാത്ര എന്ന് തീരുമാനിച്ചു. നേരെ അതിലേക്ക് കയറി. ബസ്സിൻ്റെ ചുറ്റും അത് സഞ്ചരിക്കുന്ന സ്ഥലങ്ങളുടെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. അതാണ് അടുത്ത ട്വിസ്റ്റ്. സഞ്ചാരികളുടെ ഇഷ്ട ലൊക്കേഷനായ വാൽപ്പാറയിൽ നിന്നും ആനക്കട്ടിയിലേക്കുള്ള സർവീസാണ് ഈ ബസ്. എന്തായാലും ഒരു തവണ പോകണം ആ റൂട്ട്. കിടു ബസ്. സംഭവം നല്ല വൈബല്ലേ. 28 രൂപയാണ് മണ്ണാർക്കാട് നിന്നും മുക്കാലിയിലേക്കുള്ള ചാർജ്. അവിടെയാണ് സൈലൻറ്റ് വാലിയിലേക്കുള്ള വഴി ആരംഭിക്കുന്നത്. റോഡ് പണി നടക്കുന്ന കാരണം അല്പം ദുർഘടം പിടിച്ച വഴിയാണ് ആദ്യത്തെ കുറച്ച് ദൂരം. പിന്നെ അത് പയ്യെ ചുരത്തിലേക്ക് കയറും. പച്ചപ്പ് നിറഞ്ഞ വഴിയിലൂടെ പഴയ തമിഴ് പാട്ടെല്ലാം കേട്ട് ചാറ്റൽ മഴയുടെ അകമ്പടിയോട് ഒരു ചുരം യാത്ര. വല്ലാത്തൊരു ഫീല് തന്നെയാണ് ആ ഒരു യാത്ര തന്നത്. ആ ഒരു ഫീലിൽ റോഡിലെ കുഴികളൊന്നും വല്ലാതെ അറിയാതെ മുക്കാലി എത്തി. സൈലന്റ് വാലിയുടെ പ്രവേശന കവാടമാണ് മുക്കാലി എന്ന ചെറിയ ഗ്രാമം. നാഷണൽ പാർക്കിന്റെ ഓഫീസും സഞ്ചാരികൾക്കുള്ള താമസ സൗകര്യവും അതുപോലെ സൈലന്റ് വാലിയിലേക്കുള്ള സഫാരിയും എല്ലാം ആരംഭിക്കുന്നത് ഈ മുക്കാലിൽ നിന്നുമാണ്. ബസ് ഇറങ്ങി അല്പം ദൂരം മുന്നോട്ട് നടക്കുമ്പോൾ സൈലന്റ് വാലി എന്നൊരു ബോർഡും പിന്നിൽ ഓഫീസിന്റെ കെട്ടിടവും കാണാം. ഇവിടെ നിന്നാണ് എല്ലാത്തിൻ്റെയും ആരംഭം. താമസ സൗകര്യത്തിന് മുൻകൂട്ടി പണമടച്ച് ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഫോണിലൂടെ വിളിച്ച് ബുക്ക് ചെയ്താൽ മാത്രം മതി. അതിനാൽ തന്നെ ആദ്യം ഓഫീസിൽ പോയി പണമടച്ച് റൂമിൻ്റെ കാര്യം തീരുമാനമാക്കി. 2500 രൂപയാണ് ഞങ്ങൾ ബുക്ക് ചെയ്ത കോട്ടേജിൻ്റെ ചാർജ്. അതിനുശേഷം നേരെ പോയത് തൊട്ടടുത്തുള്ള ഭക്ഷണശാലയിലേക്കാണ്. ചെറിയ വിശപ്പുള്ളതിനാൽ ചായയും ഓംപ്ലേറ്റുമാണ് കഴിച്ചത്. അതിനുശേഷമാണ് റൂമിലേക്കുള്ള യാത്ര. ഓഫീസിൻ്റെ അവിടെ നിന്നും കുറച്ചു ദൂരം മുന്നോട്ട് പോയാൽ IB കാണാം, ഇൻസ്പെക്ഷൻ ബംഗ്ലാവ്. അതിൻ്റെ പുറകിൽ ഭവാനിപ്പുഴയുടെ തീരത്താണ് നമ്മുടെ കോട്ടേജ്. വളരെ മനോഹരമായാണ് IBയുടെ മുൻവശം ഒരുക്കിയിരിക്കുന്നത്. ഉള്ളിലേക്ക് കടന്നപ്പോൾ തന്നെ കിളികളുടെ ശബ്ദമാണ് ആദ്യം ഞങ്ങളെ സ്വീകരിച്ചത്. അതിനുശേഷം കാണുന്നത് ഒരു ഔഷധോദ്യാനമാണ്. അതിനുള്ളിലൂടെ നടന്നാണ് നമ്മുടെ താമസസ്ഥലത്തേക്ക് പോകേണ്ടത്. മുന്നിൽ വനത്തിനെ തഴുകി ഒഴുകുന്ന ഭവാനിപ്പുഴ. മൊത്തത്തിൽ ഒരു ഗംഭീര ഫീല് തരുന്ന ഇടം എന്ന് തീർത്തു പറയാം. മുളങ്കൂട്ടത്തിനോട് ചേർന്നുള്ള ഒരു ചെറിയ ഹട്ടാണ് ഞങ്ങളുടെ താമസ സ്ഥലം. ഉള്ളിലെ സൗകര്യം എന്ന് പറയുന്നത് ഒരു ടേബിൾ, ഒരു ചെറിയ ബെഡ്, പിന്നെ ഒരു വലിയ ബെഡ്, പിന്നെ അത്യാവശ്യം വലുപ്പമുള്ളൊരു ബാത്റൂം എന്നിവയൊക്കെയാണ്. ഒരു ഫാമിലിക്ക് അടിപൊളിയായി താമസിക്കാനുള്ള ഇടമുണ്ട്. റൂമിൽ ബാഗുകളെല്ലാം വെച്ച് ആദ്യം ഭവാനിപ്പുഴയെ ഒന്ന് കാണാൻ പോയി. അത്യാവശ്യം നല്ല ഒഴുക്കുള്ള സ്ഥലമാണ്. മറ്റൊരിടം വരെ പോകാനുള്ളതിനാൽ തൽക്കാലം പുഴയിലേക്ക് ഇറങ്ങുന്നില്ല. ഇനി പോകാനുള്ളത് തൊട്ടടുത്തുള്ള ഒരു അയ്യപ്പ ക്ഷേത്രത്തിലേക്കാണ്. റൂമിൻ്റെ അടുത്ത് നിന്നും നടക്കാനുള്ള ദൂരമേ ഉള്ളൂ എന്ന് അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞു. ഒരു മലയുടെ മുകളിലായാണ് ക്ഷേത്രം. മനോഹരമായ വ്യൂ സമ്മാനിക്കുന്ന ഒരിടം. അങ്ങനെ അവിടേക്കുള്ള കയറ്റം ആരംഭിച്ചു.
പടികൾ കയറി മുകളിലേക്ക് എത്തുമ്പോൾ കാത്തിരിക്കുന്നത് അട്ടപ്പാടി മലനിരകളുടെ വിദൂര ദൃശ്യമാണ്. ഒരു കിടിലം വ്യൂ എന്ന് തന്നെ പറയാം. രാത്രി സമയങ്ങളിൽ ആനകൾ വരുന്ന ഇടമാണ് ഇതെന്ന് പരിസരം കണ്ടപ്പോൾ മനസ്സിലായി. ആനപ്പിണ്ടം കിടപ്പുണ്ടേ. ശ്രീ പൊന്മല ധർമ്മശാസ്ത്ര ക്ഷേത്രം എന്നാണ് ശരിയായ പേര്. കുറച്ചു സമയം ആ കാഴ്ചകൾ കണ്ട് അവിടെ അങ്ങനെ ഇരുന്നു. ക്ഷേത്ര കാഴ്ചകൾക്ക് ശേഷം തിരിച്ചു നമ്മുടെ ഭവാനിയുടെ അടുത്തേക്ക് വന്നു. റൂമിന് പുറത്തൂടെ പുഴയിലേക്ക് ഇറങ്ങാനുള്ളൊരു മറ്റൊരു വഴിയുണ്ട്. ആദ്യം കണ്ട പടിക്കെട്ടിന്റെ അവിടെ ഇറങ്ങുന്നത് അപകടമാണ്. ഒഴുക്കും ചുഴികളുമുള്ള ഭാഗമാണ്. കൂടാതെ രാജവെമ്പാലയെ പലപ്പോഴായിട്ട് കാണുന്ന ഒരിടം കൂടിയാണ്. അതിനാൽ തൊട്ടപ്പുറത്തുള്ള വഴിയിലൂടെ പുഴയുടെ അരികിലേക്ക് നീങ്ങി. ആനകൾ വെള്ളം കുടിക്കാൻ അക്കരെ ഭാഗത്ത് വരാറുണ്ട്. പക്ഷെ ഇപ്പോൾ അത്യാവശ്യം വെള്ളം ഉള്ളതിനാൽ ഈ ഭാഗത്തേക്ക് അങ്ങനെ വരാറില്ല. ഒരു തവണ നമ്മുടെ കോട്ടേജിന്റെ അവിടെ പുലിയെ കണ്ടിട്ടുണ്ട്. അതിനാൽ എല്ലായ്പ്പോഴും ഒരു ശ്രദ്ധ ചുറ്റും വേണം എന്ന് മാത്രം. തമിഴ്നാട്ടിൽ നിന്നും ആരംഭിച്ച് കേരളത്തിലൂടെ ഒഴുകി വീണ്ടും തമിഴ്നാട്ടിലേക്ക് പ്രവേശിച്ച് അവസാനം കാവേരി നദിയിൽ ചെന്നു ചേരുന്ന പുഴയാണ് ഭവാനി. മുക്കാലിയിൽ വെച്ചാണ് തിരിഞ്ഞ് വീണ്ടും തമിഴ്നാട്ടിലേക്ക് ഒഴുകുന്നത്. നമ്മുടെ കബനിക്കും പാമ്പാറിനും ഒപ്പം കിഴക്കോട്ട് ഒഴുകുന്ന നദിയാണ് ഈ ഭവാനി. ഭവാനിയുടെ കാഴ്ചകളോടെയാണ് അന്നത്തെ ദിവസം ഞങ്ങൾ അവസാനിപ്പിച്ചത്. രണ്ടാം ദിനം എഴുന്നേറ്റപ്പാടെ ആദ്യം നോക്കിയത് വല്ല ആനയോ പുലിയോ ഉണ്ടോ എന്നാണ്. അതിനുശേഷം പ്രഭാത കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നേരെ ഓഫീസിന്റെ അടുത്തേക്ക് പോയി. അവിടുത്തെ ഭക്ഷണശാലയിൽ നിന്നാണ് പ്രഭാത ഭക്ഷണം. ഞങ്ങളല്ലാതെ മറ്റാരും തന്നെ ആ പരിസരത്ത് അന്നേരമില്ല. ഭക്ഷണം ലഭിക്കാൻ അല്പം താമസം വന്നപ്പോൾ ആ സമയം ഞങ്ങൾക്കൊരു കാഴ്ച സമ്മാനിച്ചത് ഇവരാണ്. 2 മലയണ്ണന്മാര്. അവരുടെ പ്രഭാത ഭക്ഷണം കഴിക്കുന്ന തിരക്കിലാണ്. രണ്ടുപേരും മാറി മാറി ഇരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. അതിനിടയിൽ റോഡിന് എതിർവശത്ത് നിന്നും മറ്റൊരാൾ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് എല്ലാവരുടെയും ഭക്ഷണം ഈ മരത്തിലെ കായ തന്നെയാണെന്നാണ്. എന്തായാലും കാഴ്ചക്കിടയിൽ നമ്മുടെ ഭക്ഷണം വന്നു. പുട്ടും കടലയുമാണ് ഉള്ളത്. ലൈറ്റായി ഒരു കഷ്ണം പുട്ടകത്താക്കി. ആ സമയമായപ്പോഴേക്കും തിരക്ക് പതിയെ കൂടുന്നുണ്ട്. പക്ഷെ ഓഫീസ് തുറന്നിട്ടില്ല. കാരണം സമയമാകുന്നേ ഉള്ളൂ. 8 മണിക്കാണ് ഇവിടെ സഫാരി ആരംഭിക്കുന്നത്. സമയമായപ്പോഴേക്കും തിരക്ക് കൂടി വന്നു. കൃത്യസമയത്ത് 2 ബസ്സും ഓഫീസിന്റെ അടുത്തേക്ക് എത്തി. ഇന്നലെ വന്നതുകൊണ്ട് ബസ്സിലെ ആദ്യ സീറ്റ് ഞങ്ങൾക്ക് കിട്ടി. പണമടച്ച് റെസിപ്റ്റുമായി ബസ്സിൽ കയറി. പക്ഷെ ആദ്യം പോകുന്നത് മറ്റൊരു ബസ്സാണ്. അതിന് പിന്നിലാണ് ഞങ്ങളുടെ ബസ്സിന്റെ യാത്ര. ഞങ്ങളെ കൂടാതെ തൃശ്ശൂരിൽ നിന്നും വന്ന ഒരു ടീമാണ് ബസ്സിലെ മറ്റ് യാത്രക്കാർ. അങ്ങനെ ഗൈഡ് ലൈജുവിന്റെ കൂടെ നമ്മുടെ സൈലന്റ് വാലി സഫാരി ആരംഭിച്ചു. പ്ലാസ്റ്റിക് അങ്ങനെ വേസ്റ്റുകളൊന്നും ബസ്സിന് പുറത്ത് വലിച്ചെറിയില്ല. പേപ്പറിന്റെ കഷ്ണങ്ങളും ബസ്സിന് പുറത്ത് വലിച്ചെറിയില്ല കേട്ടോ. ശ്രദ്ധിക്കാട്ടോ. ഈ സ്ഥലത്തിന് ഒരു മുക്കാലി എന്ന് പറയും. ഇവിടെ 23 കിലോമീറ്റർ പോയതിനു ശേഷം മാത്രമേ നമ്മൾ സൈലന്റ് വാലി എത്തുള്ളൂ. നമുക്കൊരു 1 മണിക്കൂർ സമയവും അവിടെ തന്നെ കിട്ടും. ഇന്തോ ഓസ്ട്രേലിയൻ ഭൂഖണ്ഡത്തിന്റെ കാലം തൊട്ടേയുള്ള വനപ്രദേശമാണ് സൈലന്റ് വാലി എന്നാണ് ഭൂമിശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായം. സൈലന്റ് വാലിയുടെ ജൈവ വൈവിധ്യത്തിന് മുഖ്യ കാരണം ഈ 70 ലക്ഷം വർഷങ്ങളുടെ പഴക്കമായിരിക്കണമെന്നാണ് പൊതുവെയുള്ള അനുമാനം. 1914 മദ്രാസ് സർക്കാർ ഈ പ്രദേശത്തെ സംരക്ഷിത പ്രദേശമായി പ്രഖ്യാപിച്ചത് മുതലാണ് സൈലന്റ് വാലിയുടെ ആധുനിക ചരിത്രം ആരംഭിച്ചത്. 75 കാലഘട്ടത്തിൽ കേരള വൈദ്യുത വകുപ്പ് സൈലന്റ് വാലിയിൽ കൂടി ഒഴുകുന്ന കുന്തിപ്പുഴയിലെ പാത്രക്കടവ് ഭാഗത്ത് അണക്കെട്ട് നിർമ്മിക്കാനുള്ള പദ്ധതി ആരംഭിച്ചപ്പോൾ ഹെക്ടർ കണക്കിന് മഴക്കാടുകൾ വെള്ളത്തിനടിയിലാകുമെന്ന കാരണത്താൽ പ്രകൃതി സ്നേഹികളുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രക്ഷോഭം ആരംഭിക്കുകയും പിന്നീട് 84 അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി പാത്രക്കടവ് ജലപദ്ധതി നിർത്തലാക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്തു. പ്രൊഫസർ M.K. പ്രസാദ്, സുഗതകുമാരി, N.V. കൃഷ്ണവാര്യർ, V.R. കൃഷ്ണയ്യർ തുടങ്ങിയവരാണ് സൈലന്റ് വാലി സംരക്ഷണ പ്രക്ഷോഭത്തിന് മുൻകൈയെടുത്തവരിൽ പ്രമുഖർ. പിന്നീട് 1985 സെപ്റ്റംബർ 7 അന്നത്തെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി സൈലന്റ് വാലി ദേശീയോദ്യാനം രാഷ്ട്രത്തിന് സമർപ്പിച്ചു. സൈലന്റ് വാലിയുടെ സസ്യാവരണത്തിന്റെ സവിശേഷതയും മഴക്കാടുകളുടെ പ്രാധാന്യവും മനസ്സിലാക്കിയ ഐക്യരാഷ്ട്ര സംഘടന ലോകത്തിലെ തന്നെ ഏറ്റവും സംരക്ഷണം അറിയിക്കുന്ന ജൈവ മേഖലയായ നീലഗിരി ബയോസ്ഫിയറിന്റെ മൂലകേന്ദ്രമായി ഈ നിശബ്ദ താഴ്വരയെ മാറ്റുകയുണ്ടായി. സാധാരണ വനങ്ങളിൽ ചീവീടുകൾ സൃഷ്ടിക്കുന്ന ശബ്ദ അന്തരീക്ഷം ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണ് ഇവിടം സൈലന്റ് വാലി എന്നറിയപ്പെടുന്ന വാദമാണ് പ്രമുഖമെങ്കിലും സൈലന്ത്രി വനം എന്ന പേരിനെ ആംഗലേയവൽക്കരിച്ചതിന്റെ ഫലമായാണ് സൈലന്റ് വാലി ഉണ്ടായതെന്നും ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട്. എന്നാൽ സൈലന്റ് വാലി വനപ്രദേശത്ത് കാണുന്ന സിംഹവാലൻ കുരങ്ങന്റെ ശാസ്ത്രീയ നാമത്തിൽ നിന്നാണ് ഈ പേരുണ്ടായതും എന്ന വാദവും ദുർബലമല്ല. എന്നാൽ ഈ പേര് എന്നു മുതലാണ് പ്രചാരത്തിലായതെന്ന് രേഖകളില്ലെങ്കിലും ബ്രിട്ടീഷ് സർക്കാരിന്റെ ഒരു ഭൂപടത്തിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട്. എന്തായാലും നിലവിൽ ചീവീടുകളില്ലാത്ത ഉദ്യാനമല്ല സൈലന്റ് വാലി. മനുഷ്യരുടെ കടന്നുവരവോടെയാകണം ഇപ്പോൾ ചീവീടുകളുടെ ശബ്ദം ധാരാളമായിട്ട് നമുക്കവിടെ കേൾക്കാൻ കഴിയും.
അല്ലേ അത് നിർമ്മിക്കാനായിട്ട് ഉപയോഗിച്ച മരം കേട്ടോ, ചുരുളി എന്ന് പറയുക. നമ്മളിങ്ങനത്തെ എവർഗ്രീൻ ഫോറസ്റ്റിൽ മാത്രമേ ഇങ്ങനത്തെ മരം ഉണ്ടാകത്തുള്ളൂ. ഇപ്പോഴാണ് റെയിൽവേ സ്ലീപ്പർ കോൺക്രീറ്റ് ആയത് കേട്ടോ. ചുരുളി എന്ന് പറയും, ചുരുളി എന്ന് പറയും. പണ്ട് കാലത്ത് റെയിൽവേ സ്ലീപ്പറല്ലേ അതിന് ഉപയോഗിച്ച് മരം. പിന്നെ നമ്മൾ നാഷണൽ പാർക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് അറിയുമോ? അതായത് നമ്മുടെ ഭൂമിയിൽ നിന്ന് വംശാവസ്ഥ അനിമൽസ് അതിൽ സസ്യത്തിന് മുഖ്യ പ്രധാനം ഉണ്ടാവും. ഇവിടെ എന്ന് പറഞ്ഞാൽ സിംഹവാലൻ കുരങ്ങാണ്. അതായത് എല്ലാ നാഷണൽ പാർക്കുകൾക്കും എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാവും. നമുക്ക് ഇരുവികുളം നാഷണൽ പാർക്കിന് വരയാട്, സൈലന്റ് വാലി സിംഹവാല. അവന് ഏറ്റവും കൂടുതൽ കാണപ്പെടാൻ കാരണം നമ്മൾ ഈ നിൽക്കുന്ന മരം കണ്ടില്ല, അത് വെടിപ്പിലാവ് എന്ന് പറയും. അതിലൊരു ചക്ക ഉണ്ടാകുന്നുണ്ട്, മുള്ളൻ ചക്ക എന്നൊരു ചക്ക ഉണ്ടാകുന്നുണ്ട്. കാണിച്ചിട്ട് ഇത് വേറെയാണ്. അതിന് ചക്കച്ചുള്ളയാണ്, ഇത് ചക്കക്കുരുവാണ്. ഇത് മുള്ളൻ ചക്ക എന്ന് പറയും, സിംഹവാലന്റെ മുഖ്യ ഭക്ഷണമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ മരത്തിന് ഒരു വെടിപ്പിലാവ് എന്ന് പറയും. ഈ മരം ഏറ്റവും കൂടുതലായിട്ട് ഇവിടെ ഉള്ളതുകൊണ്ടാണ് സൈലന്റ് വാലി ഏറ്റവും കൂടുതലായിട്ട് സിംഹവാലനെ കാണപ്പെടാൻ ചക്കക്കുരുവാണ്. ഈ കുരുവാണ് കഴിക്കുന്നത് അല്ലേ, മുള്ളൻ ചക്ക. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കട്ടോ. നമ്മൾ ഈ ലെഫ്റ്റ് സൈഡ് കാണുന്ന വലിയ മരം കാട്ടുപ്ലാവാണ്. 200 വർഷമാണ് അതിന് പഴക്കം പറയുന്നത് കേട്ടോ. ചക്ക ഉണ്ടാവും, ചെറിയ ചക്കയാണ്, കഴിക്കാൻ പറ്റുന്നതാണ്. കാട്ടുപ്ലാവാണ്, 200 വർഷം പഴക്കമുള്ളത്. നമ്മളാ കാണുന്ന ചിത്രശലഭം ബ്ലൂ ടൈഗറാണ്. ബ്ലൂ ടൈഗർ എന്ന് പറയും കേട്ടോ. ബ്ലൂ ടൈഗർ. സെറ്റായില്ല ചേട്ടൻ പോയപ്പോ കണ്ടില്ലേ നീ? സിംഹവാലൻ കുരങ്ങ്, കരിങ്കുരങ്ങ്, കുട്ടിത്തേവാങ്ക്, കടുവ, പുള്ളിപ്പുലി, ചെറുവിരക്, പവിടൻ വിരക്, കാട്ടുപട്ടി, കരടി, മ്ലാവ്, കേഴ, പുള്ളിമാൻ, ആന മുതലായവയാണ് ഈ പ്രദേശത്ത് കാണുന്ന പ്രധാന മൃഗങ്ങൾ. കടുവയെ വരെ കണ്ടവരുണ്ട്. പക്ഷെ അറിയാലോ, അത്തരം കാഴ്ചകൾക്ക് വലിയ ഭാഗ്യം കൂടി വേണം. നമ്മൾ ആ റൈറ്റ് സൈഡിൽ ഒരു വെള്ളമരം കാണുന്നുണ്ടല്ലേ, ആ മരത്തിന് കറ വരുന്നുണ്ടോ? ആ മരത്തിന് കറ വരുന്നുണ്ടല്ലേ, ഇത് കുന്തിരിക്കുവാണ് കേട്ടോ. ആ കറ വരുന്നുണ്ടല്ലേ മരത്തിന്, ഇത് കുന്തിരിക്കുവാണ് കേട്ടോ. ഇതൊക്കെ നമുക്ക് തിരിച്ചു പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ഇക്കോ ഷോപ്പ് ഉണ്ട്, അതിൽ വാങ്ങാൻ കിട്ടുന്നതാണ്. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ ഈ വെൽക്കം ബോർഡ് കാണുന്നുണ്ടല്ലോ, ഇവിടെ നിന്നാണ് സൈലന്റ് വാലി നാഷണൽ പാർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത്രയും നേരം നമ്മൾ സൈലന്റ് വാലിയുടെ ചുറ്റുമുള്ള വനത്തിലൂടെ വന്നത്, അതായത് ബഫർ സോൺ ഫോറസ്റ്റ് എന്ന് പറയും, കരുതൽ വരുന്ന പോലെ. അപ്പോൾ ഇവിടെ നിന്നാണ് യഥാർത്ഥ സൈലന്റ് വാലി നാഷണൽ പാർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ ചെന്ന് കഴിയുമ്പോൾ ഒരു കുന്തിപ്പുഴ കാണാൻ പറ്റും. ആ കുന്തിപ്പുഴയിൽ 1970-കളിൽ KICBയുടെ ഒരു ഡാമിൻ്റെ പദ്ധതി ഉണ്ടായിരുന്നു. അപ്പം അന്ന് ഡാം നമ്മൾ ക്യാൻസലാക്കി കളഞ്ഞു. കാരണം ഇവിടെ നമ്മൾ സിംഹവാലൻ കുരങ്ങിൻ്റെ സൈലന്റ് വാലിയുടെ മൊത്തം വിസ്തീർണം എന്ന് പറഞ്ഞാൽ 89.52 സ്ക്വയർ കിലോമീറ്റർ മൊത്തം ഏരിയ വരുന്നത്. അത് മൊത്തം 4 സെക്ഷനായിട്ട് തിരിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ചെല്ലുന്ന സ്ഥലം സൈരന്ദ്രി എന്ന് പറയും. അപ്പോൾ ഈ സൈരന്ദ്രിയിലാണ് ഈ ഡാമിൻ്റെ പദ്ധതി വന്നത്. അത് കഴിഞ്ഞാൽ പൂച്ചിപ്പാറ, നീലിക്കല്ല്, വാളക്കാട് എന്ന് പറഞ്ഞിട്ട് വേറെ 3 സെക്ഷൻ ഉണ്ട്. അത് നമുക്ക് ആ വാച്ച് ടവറിൽ നിന്ന് അതിൻ്റെ ഏരിയ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ചെല്ലുന്ന സ്ഥലം സൈരന്ദ്രി എന്ന് പറയും. നമ്മളിപ്പോൾ സമുദ്രനിരപ്പിൽ നിന്ന് 1050 മീറ്റർ മുകളിലായി കേട്ടോ. സഫാരിയുടെ അവസാനം നമ്മൾ ചെന്നെത്തുന്നത് ഈ വാച്ച് ടവറിന് മുമ്പിലാണ്. സൈലന്ദ്രി നദിയും കാടും എല്ലാം കാണുന്ന മനോഹരമായ വ്യൂ സമ്മാനിക്കുന്ന ഒരു വാച്ച് ടവർ. ഒരേ സമയം 12 പേർക്ക് മാത്രമേ മുകളിലേക്ക് കയറാൻ കഴിയൂ. അതിനാൽ എല്ലാവരും കൂടി ഒരുമിച്ച് വരുമ്പോൾ കാത്തിരുന്ന് വേണം മുകളിലേക്ക് കയറാൻ.
ഇനി സഫാരിയെ പറ്റി പറയാം. 2 ബസ്സും പിന്നെ ജീപ്പുമാണ് ഇവിടെ സഫാരിക്കായിട്ട് ഉപയോഗിക്കുന്നത്. ബസ് ഫില്ലായാൽ മാത്രമേ ജീപ്പ് സർവീസ് നടത്തൂ. ബസ്സിൽ ഒരാൾക്ക് 600 രൂപയാണ് ചാർജ്. വിദേശിയാണെങ്കിൽ 932, വിദ്യാർത്ഥികൾക്ക് 500 ക്യാമറ ചാർജ് 45 രൂപയും. ഇനി ബസ് ഫില്ലായാൽ പിന്നെ ജീപ്പാണുള്ളത്. അതിൽ ആളുകളുടെ എണ്ണം അനുസരിച്ച് ചാർജ് മാറ്റം വരും. അതായത് ഒരാളാണ് പോകുന്നതെങ്കിൽ 1963 രൂപയും ഇനി 6 പേരാണ് പോകുന്നതെങ്കിൽ 3600 രൂപയുമാണ് ചാർജ്. പക്ഷേ ബസ് പോകാതെ ഒരു ജീപ്പും സർവീസ് നടത്തില്ല എന്നത് പ്രത്യേകം ഓർക്കണം. കൂടാതെ വരുന്നവർ മുൻകൂട്ടി ഫോൺ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതുമാണ്. വാച്ച് ടവറിന്റെ അവിടെ നിന്ന് 1.5 കിലോമീറ്റർ നടന്നാലാണ് കുന്തിപ്പുഴ എത്തുക. അവിടെയാണ് വിവാദമായ അണക്കെട്ട് നിർമ്മിക്കാൻ തിരഞ്ഞെടുത്ത സ്ഥലം. പാണ്ഡവരുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഏറെ ഐതിഹ്യങ്ങൾ ഈ പ്രദേശവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അതിനാലാണ് ഈ പുഴയ്ക്ക് കുന്തിപ്പുഴ എന്ന പേര് വന്നതും. കൂടാതെ സൈരന്ധ്രി എന്ന പേര് തന്നെ പാഞ്ചാലിയുടെ പര്യായമാണ്. 1.5 കിലോമീറ്റർ ദൂരം താഴേക്ക് നടന്നാലാണ് പുഴയുടെ അരികിലെത്തുന്നത്. ആനകളുടെ സ്ഥിരം സഞ്ചാരപാതയാണ് ഈ വഴിയെന്ന് വഴിയിലെ ആനപ്പിണ്ടം കണ്ടാൽ മനസ്സിലാകും. അത്രയ്ക്കുണ്ട് നടക്കുന്ന വഴിയിൽ. പിന്നെ മറ്റൊരു കാര്യം, മഴക്കാലമായതിനാൽ അട്ടശല്യവും നല്ലതുപോലെ ഉണ്ട്. ഇറക്കമായതിനാൽ വളരെ പെട്ടെന്ന് തന്നെ താഴെയെത്തി. അണക്കെട്ട് നിർമ്മിക്കാൻ തിരഞ്ഞെടുത്ത ഭാഗം ഇതാണ്. വനപാലകർക്ക് പോകാനായി മുൻപൊരു തൂക്കുപാലം ഉണ്ടായിരുന്നു. പക്ഷേ പ്രളയത്തിൽ അത് തകർന്നു പോയതിനാൽ പുതിയ പാലത്തിന്റെ ജോലികൾ അവിടെ പുരോഗമിക്കുന്നുണ്ട്. ഇപ്പോൾ പുഴ മുറിച്ച് കടന്നാണ് അവരുടെ സഞ്ചാരം. കുട്ടിക്കാലത്ത് പാഠപുസ്തകങ്ങളിൽ നിന്ന് മാത്രം അറിഞ്ഞ സൈലന്റ് വാലിയിലേക്കൊരു യാത്ര എന്നെ ഇതിനെ പറയാൻ കഴിയും. മറ്റു നാഷണൽ പാർക്ക് പോലെ ഇതിനെ കാണരുത്. അത്തരം വന്യജീവി കാഴ്ചകൾ ഇവിടെ പ്രതീക്ഷിക്കരുത്. ഇടതൂർന്ന കാടിനുള്ളിലൂടെ പ്രകൃതിയെ അറിഞ്ഞൊരു യാത്ര എന്ന് നമുക്ക് പറയാം. കുട്ടികൾക്കാണ് ഒരുപക്ഷെ ഈ യാത്ര കൂടുതൽ മനോഹരമാകുന്നത്. എന്തായാലും ഒരു കാര്യം പറയാം, ഒരിക്കലെങ്കിലും ഈ വനസമ്പത്ത് കാണാതെ പോകരുത്. ഇത്രയും വലിയ ജന്തുജീവജാല സമ്പത്തുള്ള ഒരു വനം നമ്മുടെ തൊട്ടടുത്തുണ്ടായിട്ട് എന്തുകൊണ്ട് ഇത്ര വൈകി എന്ന കുറ്റബോധം മാത്രമേ മനസ്സിലുണ്ടാകാൻ പാടുള്ളൂ. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.